ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഗ്രാനി സ്ക്വയർ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. എനിക്ക് ചില കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ഗ്രാനി സ്ക്വയർ ചെയ്യുന്ന വീഡിയോ കാണിച്ചു, അത് ജോയിൻ ചെയ്യുന്ന വീഡിയോ കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് വേറെ കുറച്ച് തിരക്കിലായിപ്പോയി കേട്ടോ, അത് കാരണം കൊണ്ടാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, ഗ്രാനി സ്ക്വയേഴ്സാണ് നിറച്ച് അത്. അപ്പം ഇതുപോലൊരു ത്രോയാണ് ചെയ്യുന്നത്. പണ്ട് എൻ്റെ ചെയറിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതാണ് ആ ത്രോ വരുന്നത്. അപ്പം ഇത് ഇപ്പോൾ ഇത് ഡബിൾ ആക്കിയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതുപോലത്തെ തന്നെ വേറൊരു ത്രോയാണ് ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ കണ്ടിരുന്ന ആ ത്രോ ചെയ്തിരുന്നത് ഒരു എക്കർലിക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ഫുള്ള് കോട്ടൺ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിന് ഒരുപാട് ഗ്രാനി സ്ക്വയേഴ്സ് ആവശ്യമുണ്ട്. അപ്പോൾ അത് മൊത്തം ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ലെയർ ബൈ ലെയർ നമുക്ക് ജോയിൻ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഞാൻ ആകെ ഒരു 2 ടൈപ്പ് ജോയിനിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. ഫുള്ള് ജോയിൻ ചെയ്ത് കാണിക്കാനായിട്ട് ഇന്ന് സമയം തികയില്ല, കുറേ സമയം എടുക്കും ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഓൾറെഡി എൻ്റെ ഗ്രാനി സ്ക്വയറിൻ്റെ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ പോയി അത് ആദ്യം കണ്ടതിന് ശേഷം ഇത് കാണുക. എന്നാലാണ് നമുക്കിത് എങ്ങനെയാണ് ഈ ഗ്രാനി സ്ക്വയേഴ്സ് ഉണ്ടാക്കി എടുക്കുന്നതെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. ഇപ്പം ഈ ഗ്രാനി സ്ക്വയർ ഞാൻ ചെയ്തേക്കുന്നത് 1 2 3 4 ലെയർ, 4ാമത്തെ ലെയർ ഫുൾ വൈറ്റ് ആണ് ചെയ്തേക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ ഏത് കളറാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇതുപോലെ 1 2 3 ലെയർ ഇതുപോലെ പ്ലെയിൻ ചെയ്ത് വെക്കുക. അത് എത്ര മൾട്ടി കളർ എത്ര കളർ നിങ്ങൾക്ക് വേണമെങ്കിലും ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇത് ഫ്ലിപ്പ് ചെയ്തല്ല കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. എല്ലാം ഒരേ സ്റ്റിച്ച് ഒരു ഭാഗത്ത് വരുന്ന മാതിരിയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ എല്ലാത്തിനും ഒരുപോലെ ഇതുപോലെ വൈറ്റ് വെച്ച് ബോർഡർ കൊടുത്തു. അപ്പോൾ നമുക്ക് വൈറ്റ് ത്രെഡ് ഇട്ടിട്ട് തന്നെ അത് ജോയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആ ജോയിൻ ചെയ്യുന്നത് അത് പെട്ടെന്ന് കാണില്ല. ഇത് ഞാൻ ചെയ്തിരിക്കുന്ന, ഞാൻ നിങ്ങളിത് ഓരോന്ന് ഡിഫറെൻറ്റ് കാണിക്കുന്നത് നിങ്ങൾക്ക് പല മാതിരിയുള്ള ഇതുകൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യത്തെ ഇത് ചെയ്തിരിക്കുന്നതിൽ ആകെ 2 ലെയറേ ഞാനിത് ചെയ്തിട്ടുള്ളൂ. കണ്ടോ, 2 ലെയർ ചെയ്തിട്ട് അതിനെ ഞാൻ ഈ ഫുൾ ഇടയിൽ ഓരോ കളറിൻ്റെ ഇടയിലും വൈറ്റിൻ്റെ ഓരോന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്കിത് ജോയിൻ ചെയ്യുമ്പം ഞാൻ എന്നിട്ട് വൈറ്റ് ഇട്ടിട്ടാണ് ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്തേക്കുന്നത് ഈ ഭാഗത്താണ്. ഇത് കണ്ടോ, ഇത് വേറൊരു പാറ്റേണിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, കണ്ടല്ലോ. അപ്പം ഇതിൻ്റെ ഇടയിലെല്ലാം ഓരോ വൈറ്റ് കൊടുത്തിട്ടാണ് ഈ ത്രോ ചെയ്തിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ വൈറ്റാണ് ഇതിൽ കൂടുതൽ വന്നിരിക്കുന്ന ഒരു കളറ്, വൈറ്റ് അല്ല ഓഫ് വൈറ്റ്. അപ്പോൾ അത് കാരണം കൊണ്ട് വൈറ്റ് ഇട്ടിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മളൊരു ഗ്രാനി സ്ക്വയറിൻ്റെ പുറത്തുള്ള ഭാഗം ഫുള്ള് നമ്മൾ ഒരേ കളറ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ജോയിൻ ചെയ്യുന്ന ത്രെഡുകൾ പെട്ടെന്ന് വിസിബിളായിട്ട് നമുക്കത് കാണില്ല. അപ്പോൾ കാണാൻ പറ്റാത്ത മാതിരിയുള്ള ഒരു ജോയിനിങ് ഇന്ന് കാണിക്കുന്നുണ്ട്. ഡിസൈനോട് കൂടി ചെയ്യുന്ന ഒരു ജോയിനും ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാവേ. അപ്പം ഇന്നത്തെ ഈ ഇത് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും കളേഴ്സ് ത്രെഡുകളാണ്. ഇപ്പം ഈ ഒരു 8 പ്ലേയുടെ കോട്ടൺ യാണാണ് ഇത്. ഹോബി സ്റ്റോറിൽ നിന്നാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്, മാജിക് നീഡിൽസിൽ നിന്ന്. ഹോബി സ്റ്റോർ എന്ന് പറയുന്നത് അതിൽ 8 പ്ലേയുടെ യാണാണ് ഇത്. കോട്ടൺ ആണ്. ഇതിൽ കുറച്ച് ഒരു സിന്തറ്റിക് ഉള്ളൂ, ബാക്കി കൂടുതലും കോട്ടൺ ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എത്ര വേണ്ടി വരും എന്നുള്ളത്. യാൺസൊക്കെ ചെയ്യുമ്പം ഓരോ പ്രൊജക്റ്റുകൾ ചെയ്യുമ്പം എത്ര റോളാണ് വേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് പറയാമോ എന്നുള്ളത്. അത് ഡിപ്പെൻസ് അപ്പോൾ നമ്മൾ എവിടെയാണ് ഇടുന്നത്, നമ്മൾ എന്ത് പ്രൊജക്റ്റാണ് ചെയ്യുന്നത്, അതനുസരിച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ആ ബാഗിൻ്റെ വീഡിയോ ചെയ്തതിൽ അതിൻ്റെ താഴെ കംപ്ലീറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓരോ ടൈപ്പ് ഞാൻ യൂസ് ചെയ്യുമ്പോഴും എത്ര റോൾസ് വെച്ച് വേണ്ടി വരും എന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പോയിട്ട് സംശയമുള്ളവർ അത് പോയിട്ടൊന്ന് നോക്കുക. ഇതിപ്പോൾ ഞാൻ ഇതിന് ഫുള്ളൊരു റോൾ ഞാൻ സ്ക്വയർ ചെയ്ത് നോക്കിയപ്പം ഇതിൽ നിന്നൊരു 15 16 18 അത് നമ്മുടെ കയ്യിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ലൂസും ഇതും അനുസരിച്ചിട്ടൊക്കെ ഇരിക്കും ഇതുപോലത്തെ സ്ക്വയേഴ്സ് കിട്ടുന്നത്. മനസ്സിലായോ? ഒരു റോള് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു 15 എണ്ണമൊക്കെ നമുക്ക് കിട്ടും. അപ്പം ഒരു ത്രോ ഒക്കെ ചെയ്യുന്ന അളവ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു ത്രോയുടെ അളവിനാണ് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ
ഞാൻ 2 ലെയറേ ചെയ്തിട്ടുള്ളൂ. ഇതിന് ഞാൻ 3 ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ വലിപ്പം ഓരോന്നിൻ്റെ വലിപ്പവും വ്യത്യാസം വരും. പ്ലസ് ഞാൻ പുറത്ത് വൈറ്റിൻ്റെ ഒരു ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വലിപ്പവും കൂടി വരും. ഇതിൻ്റെ ഒരു റോല് ഞാൻ 1 2 3 4 5 6 7 8 കളേഴ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് 8 എണ്ണം വെക്കണ്ട, ഭയങ്കര വിട്ടായിപ്പോവും. അപ്പോൾ ഒരു 5 എണ്ണം 5 സ്ക്വയർ വെച്ചിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം അതെങ്ങനെയാണ് ആദ്യത്തെ പാറ്റേൺ ജോയിൻ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം ഇതൊരെണ്ണം ഒരു റോളിൽ നിന്ന് എത്ര സ്ക്വയറാണ് കിട്ടുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഒരു 14-ൻ്റെയും 76 18-ൻ്റെ ഒക്കെ ഇടയിൽ നമ്മുടെ കൈയുടെ ഒരു ലൂസും ടൈറ്റും ഒക്കെ അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. അപ്പം നിങ്ങൾ ഏത് ചെയറിലാണ് ഇടുന്നതെന്ന് നോക്കിയിട്ട് ഒരു ടേപ്പ് എടുത്തിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് ഏകദേശം എനിക്കൊന്ന് വിരിച്ചിടാൻ എത്ര ലെങ്ത്ത് വേണം വിഡ്ത്ത് വേണം എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ അറ്റാച്ച് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ കുറേ സ്ക്വയറുകൾ ഇവിടെ ഞാൻ വൈറ്റ് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിപ്പം ഇതിൻ്റെ ത്രെഡുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഉള്ളിലോട്ട് കയറ്റി വിട്ട് അത് ക്ലീനാക്കി എടുക്കണം. അതുപോലെ നമ്മൾ ഇത് കണ്ടാവും വൈറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ത്രെഡ് ഉണ്ടാവും ഉള്ളിലോട്ട് വിടാനായിട്ട്. അതെല്ലാം ഇതുപോലെയുള്ള ഒരു നീഡിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുക. ഇത് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 4.5 mm ഹുക്കാണ്. ഈ ഫുൾ സ്ക്വയേഴ്സ് ചെയ്യാൻ 4.5 mm ഹുക്കാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഞാൻ കട്ട് ചെയ്ത് കഴിയാത്ത സ്ക്വയറുകളാണ്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഓൾറെഡി ഇതിൽ വൈറ്റ് ചെയ്യാനുണ്ട് ഇനി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിൻ്റെ ഫുള്ള് എനിക്ക് ഇന്ന് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റില്ല എന്ന് പറയണത്. അപ്പോൾ നമുക്കൊരു 5 കളറ് ആദ്യം നമുക്കത് എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത് നോക്കാവേ. അപ്പോൾ ഞാൻ ഈ കളേഴ്സ് കാര്യങ്ങളെല്ലാം ഒന്ന് പുറകിലോട്ട് എടുത്ത് വെക്കുക. ഞാൻ ഇതിന് വേണ്ടി ചെയ്തത് കൂടുതലും ഒരു പർപ്പിളും മജന്തയും ഷെയ്ഡാണ് കൂടുതൽ വരുന്ന പോലെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഫുള്ള് ഒരു റോള് ഫുള്ള് ചെയ്തു. ഞാനൊന്ന് എണ്ണി കാണിച്ചു തരാം കേട്ടോ എത്ര എണ്ണമാണ് കിട്ടുന്നതെന്നുള്ളത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 ഞാൻ പറഞ്ഞല്ലേ, നേരത്തെ പറഞ്ഞില്ലേ 18 സ്ക്വയേഴ്സാണ് എനിക്ക് ഈ വയലറ്റ്. അതായത് ഒരു റോള് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്കൊരു 18 എണ്ണമൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ വലിപ്പം അനുസരിച്ച് നിങ്ങൾ ഏതൊക്കെ കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് അത്ര അനുസരിച്ചിട്ടുള്ള റോളുകൾ മേടിക്കുക. ഇതിപ്പോൾ ഞാൻ പല കളേഴ്സ് മിക്സ് ചെയ്ത് ചെയ്യുന്ന കാരണം ഒരു 2-3 കളർ മാത്രം കൂടുതൽ ഫുള്ള് ചെയ്തെടുത്തു. ബാക്കിയൊക്കെ ഇടയിൽ അവിടെ ഇവിടെ ചെതറിക്കിടക്കുന്നത് പോലെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഓരോ കളേഴ്സ് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ലൈൻ ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാം. 5 എണ്ണം വെച്ചിട്ട് 2 ലൈൻ ആദ്യം ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ നീഡിൽ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ റൈറ്റ് സൈഡും റോങ് സൈഡും നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ വെക്കാനായിട്ട്. ഇപ്പോൾ നമ്മളൊരു 5 കളേഴ്സ് വെച്ചിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് സ്ക്വയേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് തുടങ്ങാം. ഇതിൽ ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ജോയിൻ ചെയ്ത് തുടങ്ങുന്നത്. ഈ കോർണറിൽ ഞാൻ 3 ചെയിൻ വെച്ചിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഈ ത്രെഡ് നമ്മൾ എടുക്കേണ്ടത് ഇതിൻ്റെ ഈ ലെങ്ത്തിന്, ഇത് ഇങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ലെങ്ത്തിനെ കഴിഞ്ഞ് കുറച്ചും കൂടി കൂടുതൽ ഇട്ടിട്ട് നമ്മൾ ത്രെഡ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഈ നീഡിൽ ഒന്ന് കോർത്തെടുക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് തൊട്ട് നമ്മൾ ഇവിടുന്ന് അറ്റം വരെ അങ്ങോട്ടാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇതിൽ മാത്രമേ നമ്മൾ പിടിക്കുന്നുള്ളൂ കേട്ടോ. ഈ വി എന്ന് പറയുന്ന ഷേപ്പിൻ്റെ ഒരു ഇതിൽ മാത്രമേ നമ്മൾ പിടിക്കുന്നുള്ളൂ. ഈ സെൻറ്ററിലുള്ളത് കേട്ടോ 3 എണ്ണം നമ്മൾ നടുക്കിലിട്ട് വിട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ നോക്കുക. ഇതിൻ്റെ ഈ സെൻറ്ററിലുള്ള ഇവിടുന്ന് 1 2 3 ഇത് രണ്ടാമത്തെ ഇതിലാണ് ഇതിലും കോർത്ത് വിടുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ അടുത്തത് ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ ഇവിടെ കുറച്ച് ത്രെഡ് ഇങ്ങനെ വിട്ടിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. ഇതാ അടിയിൽക്കൂടെ വേണം നമ്മളിത് കോർത്തെടുക്കാൻ. ഇതാ ഇങ്ങനെ
കണ്ടോ? ഇനി ഇതിൻ്റെ അടിക്കൂടെ ഇങ്ങനെ കോർത്ത് വലിക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെ നമ്മളിങ്ങനെ അടുപ്പിച്ച് കഴിയുമ്പോൾ കണ്ടോ, ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആ കോർത്തത് നമ്മൾ കാണില്ല. ഒരു 2-3 എണ്ണമൊക്കെ നമുക്ക് ഇതുപോലെ നമ്മളൊന്ന് കോർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെ കയ്യിൽ വെച്ചിട്ട് ഇതിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ സെൻറ്ററിൽ നിന്ന് പുറത്തോട്ട് നീഡിൽ വരുന്നത് പോലെ ആക്കിയിട്ട് നമ്മൾ കണ്ടോ ഇങ്ങനെ ചെയ്തെടുക്കുക. കയ്യിലെടുത്ത് പിടിക്കാം. കയ്യിലെടുത്ത് പിടിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ഇത് കണ്ട് ഈ 3 എണ്ണത്തിൻ്റെ ഇതും സെയിം ഗ്യാപ്പിൽ തന്നെയാണോ വരുന്നത് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ ഇതും ഫസ്റ്റ് ഇതിൽ തന്നെയാണോ വരുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കോർക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ അത് ടൈറ്റ് ആക്കിയിട്ടില്ല. ടൈറ്റ് ആക്കുമ്പോഴാണ് ഇതിൻ്റെ ത്രെഡ് കാണാണ്ട് പോവുക കേട്ടോ. എന്താ ഈ ഏറ്റവും മുകളിലുള്ള ഈ ത്രെഡിൽ കേട്ടോ നമ്മൾ കോർത്ത് വിടുന്നത്. നമ്മളിവിടെ ഈ കോർണർ വരെ എത്തി. ഈ കോർണർ വരെ എത്തിക്കഴിയുമ്പം ഇവിടെ 1, 2 മനസ്സിലായോ? അതിൽ നമ്മൾ ആദ്യത്തെ ഇതിൽ നമ്മൾ കോർക്കണം. രണ്ടാമത്തെ ഇതിൽ ചെയ്യാൻ വരട്ടെ. എന്നിട്ട് ഇതിനെ ഒന്ന് നമ്മളിങ്ങനെ നിവർത്തി വയ്ക്കുക. കണ്ടോ? അപ്പോൾ നമുക്കിത് ഇവിടെ ഇങ്ങനെ കിട്ടി. നമ്മളിങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് അത്ര ടൈറ്റ് ആക്കിയിട്ടില്ല നമ്മൾ. ഈ അറ്റത്തുള്ള ഈ ത്രെഡിനെ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഇത് കുറേശ്ശെ ആവുമ്പോഴേ ഇങ്ങനെ ടൈറ്റ് ആക്കുന്നതാണ് നല്ലത്. ഇതിങ്ങനെ വലിച്ച് ഇതിനിങ്ങനെ ടൈറ്റ് ആക്കുക. കണ്ടോ? അപ്പോൾ ഈ കണ്ടോ ഇത് ഇവിടെ നിന്ന് പോരാറാവുമ്പം ഇതിങ്ങനെ ചുരുണ്ട് വരും. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റാക്കി നീറ്റാക്കി വയ്ക്കുക. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗം നോക്കിയാലും നമുക്ക് ജോയിൻ ചെയ്തത് അറിയാൻ പറ്റില്ല. ഇപ്പുറത്തെ ഭാഗം നോക്കിയാലും നമുക്ക് ജോയിൻ ചെയ്തത് അറിയാനായിട്ട് പറ്റില്ല. പിന്നെ ഇതിൻ്റെ ചുറ്റും നമുക്ക് വൈറ്റിൻ്റെ ത്രെഡ് തന്നെ ആയതുകൊണ്ട് ഒട്ടും നമുക്ക് വൃത്തികേട് തോന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതിൻ്റെ ചുറ്റും എല്ലാത്തിൻ്റെയും ചുറ്റും നമ്മൾ വൈറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ആദ്യത്തെ ത്രെഡിൽ കോർത്തിട്ട് നമ്മൾ നിൽക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തതിലും കൂടി കോർക്കുക. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിലും നമുക്ക് ടൈറ്റാക്കി തന്നെ ചെയ്തു പോവാം. കയ്യിലെടുത്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്പീഡിൽ ചെയ്യാം. ഇപ്പം നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ഇതിൽ വരെ നമ്മൾ കോർത്തു. ഇനി ഇവിടെ നമ്മൾ ഇതുപോലെ ഇതിൻ്റെ രണ്ടാമത്തെ ഇതിൽ നമ്മളിങ്ങനെ കോർത്തെടുക്കുക. കണ്ടോ? അപ്പം ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ ഇവിടെയാണ് കോർത്ത് നിർത്തിയത്. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ചെയ്യുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ഇതിലായിരിക്കണം. എന്നാലേ അതിനവിടെ ഇങ്ങനൊരു ഇത് വരുവുള്ളൂ. നമ്മളിവിടെ ചെയ്തു. ഇനി നമ്മൾ ഈ ഭാഗം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുപോലെ തന്നെ കോർത്ത് വരുമ്പം ഇത് കറക്റ്റായിട്ട് നമുക്ക് ജോയിൻ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ഇതിനെ വലിച്ച് ടൈറ്റ് ആക്കണമെങ്കിൽ ടൈറ്റ് ആക്കുക. എന്നിട്ട് ഇതിൻ്റെ അടുത്തത് ഇങ്ങനെ കോർത്തെടുക്കുക. എപ്പോഴും അടിയിൽ നിന്ന് കോർക്കണം കേട്ടോ. ഇങ്ങനെ മുകളിൽ നിന്ന് കോർക്കരുത്. ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അടിയിൽ നിന്ന് വേണം ഇങ്ങനെ കോർത്ത് വിടാനേ. ഇനി ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ ഇച്ചിരി ലൂസായിട്ടുണ്ട്. നമുക്കതൊന്ന് വലിച്ച് ഇപ്പം തന്നെ ടൈറ്റ് ചെയ്യുക. കണ്ടോ? അത് അപ്പോൾ അങ്ങനെയുള്ള കോർണറുകൾ നമ്മൾ അപ്പം തന്നെ ടൈറ്റ് ചെയ്യുക. ഇനി നമുക്കിതിനെ കയ്യിലെടുത്ത് പിടിക്കാം. കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പിടിക്കുമ്പം നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇങ്ങനെ കോർത്ത് പോകാനായിട്ട് പറ്റും. നല്ല ക്ഷമ വേണ്ട കാര്യമാണ് കേട്ടോ.
ഇതൊരു പകുതിയോളം എത്തിക്കഴിഞ്ഞ് കഴിയുമ്പം നമ്മളിവിടെ ഒരെണ്ണം ഫുള്ള് ചെയ്ത് തീർക്കണ മാതിരി ഒന്നും കാത്തു നിൽക്കാണ്ട് നമുക്കിതിനെ ടൈറ്റാക്കാം. ഓക്കെ, ടൈറ്റായി. ഇനി നമുക്ക് ഇതുപോലെ ബാക്കി ഇവിടം വരെ ചെയ്യുക. എന്നിട്ട് അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ടെണ്ണോ ഒപ്പം ആണോ വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ നമുക്ക് അറ്റം വരെ ഇതുപോലെ നമ്മൾ ഈ കളർ ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ഈ അറ്റം വരെ ഇതുപോലെ തയ്ച്ച് അങ്ങനെ അങ്ങ് പോവുക. ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മെത്തേഡ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ജോയിൻ ചെയ്യാൻ വെക്കുമ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡാണോ റോങ് സൈഡാണോ എല്ലാം ഇരിക്കുന്നതെന്നുള്ളത് നല്ലതുപോലെ ചെക്ക് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇത് റൈറ്റ് സൈഡും ഇതിൻ്റെ റോങ് സൈഡുമാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയാം. ഇതാണ് ഇതിൻ്റെ റൈറ്റ് സൈഡ്, കണ്ടോ? ഇതിൻ്റെ റോങ് സൈഡാണ്. ഇത് നമ്മൾ തിരിച്ച് കറക്റ്റായിട്ട് തന്നെ വയ്ക്കുക. ഇനി ഡിസൈൻ നമുക്ക് പൊന്തി നിൽക്കുന്ന ടൈപ്പ് ഒരു ജോയിനിങ് ആണ് ഇത്. സിംഗിൾ ക്രോഷ്യോ ഇട്ടിട്ട് നമ്മളിത് ജോയിൻ ചെയ്തെടുക്കണമെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇതിപ്പം ഈ സെയിം കളറിട്ട് വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ ബാഗൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കോർണറൊക്കെ ജോയിൻ ചെയ്തെടുക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇത്. ഇതിന് നമുക്ക് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്കിത് ത്രെഡ് കുറച്ച് കൂടുതൽ ഇട്ടിട്ട് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇടാം. കണ്ടോ, സ്ലിപ്പ് നോട്ട് ഇട്ടു. ഇനി ഞാൻ ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കളറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഈ ഒരു പർപ്പിൾ ഷെയ്ഡൊക്കെ ചെയ്താലും ഭംഗിയുണ്ടാവുമേ. എന്നിട്ട് ഇതിൻ്റെ ഈ രണ്ടാമത്തെ മൂന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇതേ ഇതിൽ തന്നെ നമ്മളിങ്ങനെ കോർത്തെടുക്കുക ചെയ്യുന്നത്. മനസ്സിലായോ? ഓരോ ത്രെഡ് വെച്ചിട്ട് നമ്മൾ എടുക്കുക ചെയ്യുന്നത് ആ വി എന്ന് പറയുന്ന സ്റ്റിച്ചിൽ നിന്ന്. എന്നിട്ട് ഇതിലതേ നമ്മൾ ഈ 2 സ്റ്റിച്ചിലാണ് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളുടെ ഇതിനെ നമ്മൾ നീഡിൽ കോർക്കുക. എന്നിട്ട് ഇതിലോട്ട് ഇങ്ങനെ കയറ്റുക. ത്രെഡ് നമ്മൾ പുറത്ത് കാണുന്ന പോലെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വിടുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വലിച്ച് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് നമ്മളിങ്ങനെ എടുത്തു. ഇനി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ 2 ഇതിലും കൂടി എടുക്കുന്ന മാതിരിയും ചെയ്യാം, 1 വേണമെങ്കിൽ എടുക്കുന്ന മാതിരിയും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഒരു ഇതെടുത്ത് ചെയ്യുന്നത് പോലെയാണ് ചെയ്യുന്നത്. ഒരു അടുത്ത 3ാമത്തെ ഇതിൽ ഇത് പക്ഷെ നമ്മൾ നീഡിൽ വെച്ച് ചെയ്യുന്നതായതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്ത് തീരും കേട്ടോ. ഈ ക്രോഷ്യോ നീഡിൽ വെച്ച് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് ചെയ്ത് തീരും. നമ്മളിങ്ങനെ സിംഗിൾ ക്രോഷ്യോ ഇട്ടിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഓരോ ത്രെഡ് പിടിച്ച് ഇങ്ങനെ സിംഗിൾ ക്രോഷ്യോ ഇട്ട് ഇവിടെ ജോയിൻ ചെയ്തു പോകും. അത് ഈ ഇടയിലുള്ള ചെയിനുകളുടെ അവിടെ എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുക. അല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇതിപ്പം ഈ അറ്റം വരെ ഇതുപോലെ ഇപ്പം നമ്മൾ ഇവിടെ എത്തിയതുപോലെ നമ്മൾ ആദ്യം ചെയ്തില്ലേ ജോയിൻ ചെയ്യുക, അതുപോലെയൊക്കെ തന്നെയാണ്. ഇതിപ്പോൾ കണ്ടത് നമ്മളിങ്ങനെ നേരെ വെക്കുമ്പം ഇതൊരു ഡിസൈൻ വന്നേക്കുന്നത് കണ്ടോ. ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ നമുക്കിത് ഈ സൈഡിൽ നിന്നും ഇങ്ങനെ ഒരു ഹമ്പ് പോലെ നിൽക്കും. അപ്പം നമ്മൾ ഈ ബാഗിൻ്റെ അറ്റമൊക്കെ നമ്മളിങ്ങനെ ചെയ്തെടുക്കത്തില്ലേ, ആ ഭാഗങ്ങളിൽ ജോയിൻ ചെയ്യുന്ന ഒരിതാണ്. ഇപ്പോൾ ഒരു ബാഗ് ഇങ്ങനെ ഒരു ബക്കറ്റ് ഷേപ്പ് ബാഗാണെങ്കിൽ ബാഗിൻ്റെ ഈ അറ്റങ്ങൾ മാത്രം ഇപ്പോൾ ഇങ്ങനെ ഒരു ബക്കറ്റ് ഷേപ്പ് ബാഗാണെങ്കിൽ ഈ ബാഗിൻ്റെ ഈ അറ്റങ്ങൾ മാത്രം ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുക. അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഗ്രാനി സ്ക്വയർ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് അറ്റം മാത്രം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഞാൻ ആ മറ്റേ ബാഗ് ചെയ്തത് ഇതാണ് നമ്മൾ അന്ന് ആ ബാഗ് ചെയ്ത പാറ്റേൺ കണ്ടോ. ഇതിൻ്റെ അകത്ത് ഞാൻ മൾട്ടി കളർ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ മൾട്ടി കളർ ഇട്ട് ചെയ്തിരിക്കുന്ന ത്രെഡിനെ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ആദ്യം കാണിച്ച മെത്തേഡിലാണ് കണ്ടോ.
ഇങ്ങനെ ജോയിൻ ചെയ്ത് പോയിരിക്കുന്നത് ആദ്യം കാണിച്ച മെത്തേഡിലാണ്. ഇപ്പം ഞാൻ നിങ്ങളെ രണ്ടാമത് കാണിച്ച മെത്തേഡിലാണ് ഇതിൻ്റെ ഈ കോർണറുകൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ? ഇപ്പോൾ ഗ്രാനി സ്ക്വയർ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 വിധമാണ് കാണിച്ചു തന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ ആദ്യം ചെയ്ത മെത്തേഡ് ഉണ്ടല്ലോ, ഇങ്ങനെ ജോയിൻ ആക്കി വരുന്നതും പിന്നെ ഇതുപോലെ ഹമ്പ് പോലെ ജോയിൻ ആക്കി വരുന്ന 2 മെത്തേഡാണ് ഇന്ന് കാണിച്ചു തന്നത്. അപ്പോൾ ഏകദേശം ഒരു ത്രോ ചെയ്യാനായിട്ട് എത്രമാത്രം ത്രെഡ് ആവശ്യമുണ്ട് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കളർ കോമ്പിനേഷൻ നിങ്ങൾ എടുക്കുന്നതനുസരിച്ചായിരിക്കും വരിക. ഒരു റോള് ത്രെഡിൽ നിന്ന് നമുക്കൊരു 18 സ്ക്വയർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ ഔട്ടർ ലൈൻ കൊടുക്കുന്ന ക്രീം കളർ ത്രെഡ് നമ്മൾ കുറച്ച് കൂടുതൽ മേടിച്ച് വെക്കേണ്ടി വരും. കാരണം നമുക്ക് ഔട്ടർ ലൈൻ കൊടുക്കണം. പിന്നെ അതിൻ്റെ പുറത്തും നമുക്ക് വേണമെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു അറ്റമൊക്കെ ഫുള്ള് പിന്നെ ചെറിയ ബോളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളർ ത്രെഡ് നമ്മളൊരു 3 റോളെങ്കിലും നമ്മൾ മിനിമം മേടിച്ച് വെക്കുക. കാരണം ഇതിൻ്റെ ഔട്ടർ ലെയർ ചെയ്ത് വരുമ്പം തന്നെ ഏകദേശം ഒരു 1-1.5 റോളൊക്കെ തീരും കേട്ടോ. അപ്പം നമുക്ക് പിന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്ത് തീരാനായിട്ടുള്ള ത്രെഡ് അടക്കം നമ്മളൊരു 4 റോളൊക്കെ വൈറ്റോ ക്രീമോ എന്താണ് നിങ്ങൾ ഇടയിലിടുന്നത്. ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ കളറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഏത് കളറാണ് നിങ്ങൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ മേടിക്കുക. ബാക്കിയൊക്കെ നമ്മളുടെ കയ്യിലുള്ള ത്രെഡുകൾ, ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ത്രെഡുകൾ ബാലൻസ് ഉണ്ടായിരുന്ന പല വർക്കുകളും ചെയ്തിട്ട്. ഗ്രാനി സ്ക്വയറിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. കുഞ്ഞു കളറുകൾ നമുക്ക് കുറച്ച് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ മിക്സ് ആൻഡ് മാച്ച് ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ ബാഗ് പോലെയാക്കി ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ നമുക്ക് കോമൺ ആയിട്ട് ഒരു മെയിൻ കളർ ഉണ്ടായാൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ത്രോയും ചെയ്തെടുക്കാം. പല പ്രൊജക്റ്റുകൾ ചെയ്തിട്ട് നമുക്ക് ബാലൻസ് വരുന്ന ത്രെഡുകൾ മുഴുവനും നമുക്ക് എടുത്തു വെച്ചിട്ട് ഇതുപോലെ പല കളർഫുൾ ആയിട്ടുള്ള ഗ്രാനി സ്ക്വയറുകൾ ഉണ്ടാക്കാം. ബാഗിന് ചെയ്തെടുക്കാം, ത്രോ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് കുഷ്യൻ കവേഴ്സ് ചെയ്തെടുക്കാം. അപ്പോൾ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം കുഷ്യൻ കവേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഇടാം കേട്ടോ. ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ, ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോസായിട്ട് കാണാം. ബൈ.